എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നാച്ചുറൽ ആൻഡ് ട്രാവൽ ലവേഴ്സ് ബ്ലോഗ് നാലോ ട്രാവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴ, കൊല്ലം ജില്ലകളുടെ തീരദേശ പ്രദേശമായ അഴീക്കൽ, വലിയഴീക്കൽ ഭാഗങ്ങളിലൂടെയാണ്. ഇതുവഴി യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ഇതുവഴി വരുമ്പോഴത്തേക്ക് നമുക്ക് ആറാട്ടുകടവ് ബീച്ച് കാണാം, അതുപോലെ തന്നെ അഴീക്കൽ ഹാർബറിലും കയറാം. വലിയഴീക്കൽ ആലപ്പുഴ ജില്ലയും അഴീക്കൽ കൊല്ലം ജില്ലയുമാണ്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. വളരെയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ് അഴീക്കൽ തീരദേശ റോഡ് വഴിയുള്ള യാത്ര. ഇവിടെയെല്ലാം വളരെ ശക്തമായ തിരമാലകൾ അടിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ തീരം ഒരുപാട് കയറി. അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം കൂറ്റൻ പാറകൾ കൊണ്ട് ഇവിടെ മതിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 5 or 6 പാറകളെടുത്ത് പൊട്ടിച്ചാൽ തന്നെ സാമാന്യ ഒരു വീട് വയ്ക്കാനുള്ള പാറകൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് കരുതി ആരും ലോറിയും വിളിച്ചൊന്നും വരണ്ട. കേരളം എന്ന പേരിനെ അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. കാരണം ധാരാളം തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ റോഡിന് നടുവിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. തീരം തൊട്ടുള്ള യാത്ര വളരെ മനോഹരമാണ്. നിങ്ങളും കഴിയുമെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുവഴി യാത്ര ചെയ്ത് നോക്കണം. ഈ ഒരു ഫ്രെയിമിൽ ഞങ്ങൾക്ക് മുന്നേ പോകുന്ന ആ പ്രൈവറ്റ് ബസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. കടലിൽ നിന്നും കരയെ സംരക്ഷിച്ച് നിർത്താൻ പ്രകൃതി നമുക്ക് പാറകൾ തന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഈ കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഈ പാറ മതിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. വൈകുന്നേരമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി കാഴ്ചകൾ മനോഹരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വൈകുന്നേരമാകുമ്പോഴത്തേക്കും സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ വന്നാൽ കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി സമയത്താണ്. ഇനി നമുക്ക് ഈ കടലോര കാഴ്ചകൾ കുറച്ച് സമയം ഇങ്ങനെ കണ്ടിരിക്കാം. ഈ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പാറകൾ കൊണ്ടല്ല, മറിച്ച് മണലുകൾ നിറച്ച കൂറ്റൻ ചാക്കുകൾ കൊണ്ടാണ്. എന്നിരുന്നാലും പാറകൾ പോലെ ആജീവനാന്തം നിലനിൽക്കുന്ന ഒന്നല്ല ഇത്. 4-5 അടുക്കുകളായിട്ടാണ് ഈ കടൽഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കണ്ടില്ലേ? ഒരുപാട് തൊഴിലാളികൾ ഒരുപാട് ദിവസം പണിയെടുത്തിട്ടുണ്ടാവും അല്ലേ ഈ ഒരു കടൽഭിത്തി നിർമ്മിക്കാൻ. ഈ ഭാഗത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു തോന്നുന്നു. റോഡിലൊക്കെ നല്ല വെള്ളം കെട്ടിക്കിടക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് ഇപ്പോഴും മഴയില്ല. അപ്പോൾ നമ്മൾ അഴീക്കൽ എത്തിയിരിക്കുകയാണ്. അഴീക്കൽ ലൈറ്റ് ഹൗസാണ് നമ്മുടെ മുന്നിൽ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ട് വേണം ആറാട്ടുകടവ് വലിയഴീക്കൽ ബീച്ചിൽ കയറാൻ. ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ചൊക്കെ കാണുന്നു. അതേ ക്ഷേത്രമാണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് കേട്ടോ, ആറാട്ടുകടവ്. അപ്പം ആറാട്ടുകടവ് എന്നാണ് ഈ സ്ഥലത്തിനെ പറയുന്നത്. നല്ല രസമുണ്ട് ഈ ബീച്ച് കാണാൻ. ഇവിടെ കൂടുതലും കരിമണലാണ്. കണ്ടില്ലേ? ഒരു 5 മണി സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടെ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരിക്കും. പ്രാദേശിക ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് പേര് എത്തും. അപ്പം നമ്മൾ വന്നത് ഉച്ച സമയമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. എന്നിരുന്നാലും ചില ഫാമിലിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പരശുരാമൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ, അത് കൊള്ളാം. നേരെ ആകാശത്തിലേക്ക് നോക്കി മെഴുകുറിയാൻ നിൽക്കുന്നതൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സമർപ്പണം. ശില്പി അജേഷ് കുമാർ കണ്ടല്ലൂരാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരവിരുതിൽ തീർന്നതാണ് ഈ പരശുരാമ പ്രതിമ. ഈ ഒരു ഫ്രെയിമിൽ ഈ ലൈറ്റ് ഹൗസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും ഉച്ച സമയമായതുകൊണ്ട് ഈ ലൈറ്റ് ഹൗസ് ഓപ്പൺ അല്ല. ഇനി 3 മണിക്ക് ശേഷം തുറക്കുമെന്നാണ് ഇവിടെ ഐസ്ക്രീം വിൽക്കുന്ന ചേട്ടൻ പറഞ്ഞത്. നമ്മളെന്തായാലും അതിന് മുകളിൽ കയറുന്നില്ല. കാരണം കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളതാണ്. മാലിന്യം വലിച്ചെറിയരുത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും മാലിന്യമൊന്നും വലിച്ചെറിയരുത് കേട്ടോ. ഈ ബോർഡ് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് തീരത്തേക്കൊന്ന് നടക്കാം. ഇവിടെ വന്നിട്ട് മാലിന്യം വലിച്ചെറിഞ്ഞ പണി കിട്ടും. 5000 രൂപയാണ് പിഴ. അതുകൊണ്ട് അതടയ്ക്കാനായിട്ട് ആരും നിൽക്കണ്ട.
വെയിലാണെങ്കിലും നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് നല്ല സുഖമുണ്ട്. കരിമണലാണ് ഇവിടെ കൂടുതൽ കേട്ടോ. നമ്മളെ ഈ കൊല്ലം ഭാഗത്താണല്ലോ ഈ കോവിൽത്തോട്ടം, അങ്ങനെ ചവറ, അവിടെയൊക്കെ പിന്നെ കരിമണലാണ് കൂടുതലായിട്ടുള്ളത്, എല്ലാവർക്കും അറിയാലോ. ഉണ്ടോ, എത്രയോ കിലോമീറ്ററാണ് ഈ പാറ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. തീരം കടലെടുക്കാതിരിക്കാൻ വേണ്ടിയേ പാറ കൊണ്ട് ഇട്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ മീൻപിടുത്തമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ട്യൂബ് വള്ളം, അതിന് കൃത്യമായിട്ട് പേരെന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞില്ല. അതിലിവിടെ ഒരു ചേട്ടൻ എന്താ മീൻ പിടിക്കാൻ കണ്ടോ. ഇവിടെ അതിഭീകര തിരമാല ഇപ്പോഴില്ല, പക്ഷെ ഈ തീരം നല്ല രീതിയിൽ കലങ്ങി കിടക്കുകയാണ് കേട്ടോ. കൂടുതലും ഇവിടെ ഈ കരിമണലായതുകൊണ്ടായിരിക്കും ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, ഈ തീരങ്ങളിൽ കൂടുതലും കരിമണലാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് കലങ്ങിയായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ കറുത്ത് കിടക്കുന്ന. അല്ല, ആ ചേട്ടൻ ഇവിടെ ഇങ്ങനെ കറക്കി വിലയിട്ടിരിക്കുകയാണ്. ചെറിയ മുത്തുകളാണ് കിടപ്പുണ്ട്, കാണിച്ചത്. സൂക്ഷിച്ച് നോക്കി അറിയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കറക്കിയിട്ടിരിക്കുകയാണ്, ചെറുപ്പ് പോലെയാണ്. അപ്പോൾ അത് കുറേശ്ശെ പിടിച്ച് കയറ്റുന്ന കേട്ടോ. അതിൽ മീനുണ്ട്, സംഭവം മീനുണ്ട്. മീൻ മേടിക്കാം നമുക്ക്, വേണ്ട അദ്ദേഹത്തിൻ്റെ. ആ ഉണ്ടോ, അയല കണ്ടില്ലേ, പച്ച അയല. സംഭവം ആ ചേട്ടൻ മീൻ പിടിച്ച് കയറ്റുന്ന ലൈവായിട്ട് കണ്ടോ. കണ്ട മീൻ കണ്ട. എനിക്ക് തോന്നുന്നു അയലയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ കരയ്ക്ക് അടുപ്പിക്കുകയാണെങ്കിൽ നമുക്കത് കാണാം. കണ്ടോ, നിറയെ മീനുണ്ട് കേട്ടോ. ചെറിയൊരു ചാകര വന്നു. പുള്ളി അപ്പുറം കരയിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു. അവിടെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്. നമ്മള് വലിയ അഴീക്കൽ ബീച്ചിൽ ഇനി നമ്മൾ അഴീക്കൽ ബീച്ചിലോട്ട് പോവുകയാണ്. അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്തിലെ അഴീക്കലിനെയും ആലപ്പുഴ ജില്ലയിലെ വലിയ അഴീക്കലിനെയും ബന്ധിപ്പിക്കുന്ന വലിയ അഴീക്കൽ പാലം ദക്ഷിണേഷ്യയിലെ ഏറ്റവും നീളമേറിയ ബോ സ്ട്രിംഗ് ആർച്ച് പാലങ്ങളിൽ ഒന്നാണ്. കായംകുളം പൊഴിമുഖത്തിന് കുറുകെ അറബിക്കടലിന് അഭിമുഖമായാണ് ഈ മനോഹരമായ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും സൂര്യാസ്തമയ കാഴ്ചകൾ വളരെ മനോഹരമായി കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിവിടം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുകയാണ്. ഏകദേശം 140 കോടി രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി ഈ പാലം നിർമ്മിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൈനയിലെ ചാവോ തിയാൻമൻ പാലം കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് പാലമാണ് ഇത്. കായംകുളം കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന് ഏകദേശം 1 കിലോമീറ്ററോളം നീളമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അറബിക്കടലിൻ്റെയും കായംകുളം കായലിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ സമ്മാനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിവിടം പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പാലത്തിൻ്റെ മധ്യഭാഗത്തായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബോസ്ട്രിംഗ് ആർച്ചുകൾക്ക് 110 മീറ്റർ നീളമുണ്ട്. ഇവിടെ ഇറങ്ങി നിന്നുകൊണ്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നല്ല ചൂടാണ്, അതുകൊണ്ട് തൽക്കാലം ഇറങ്ങുന്നില്ല. നല്ലൊരു കാലാവസ്ഥ നോക്കി ഇനി ഒരിക്കൽ കൂടി ഇതുവഴി വരണം. അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഇറങ്ങി നിന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം. നമുക്കിനി അടുത്ത ലക്ഷ്യം അഴീക്കൽ ഹാർബറാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ ബീച്ചിലെത്തിയിരിക്കുകയാണ്. പാസ് മൂലമാണ് ഇവിടെ പ്രവേശനം. അപ്പോഴെന്തായാലും ഹാർബറിൽ നിന്ന് കുറച്ച് മീൻ വാങ്ങണം. ധാരാളം വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നേരത്തെ കൂടി തന്നെ ധാരാളം കമ്പനികളുടെ വലിയ ട്രക്കുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ കിടക്കുന്നത്. ഇപ്പോഴും നമ്മൾ അഴീക്കൽ ഹാർബറാണ് ഈ കാണുന്നത്.
അഴീക്കൽ ഹാർബർ. കാറിന് 40 രൂപ എൻട്രി പാസ് എടുത്താണ് നമ്മൾ ഇതിനകത്തോട്ട് കയറിയത്. ആളൊന്നിന് 10 രൂപ വെച്ച് മേടിക്കും. നമുക്ക് അവിടെ പോയി നോക്കാം എന്തൊക്കെ മീനൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഉച്ച സമയമാണ്, അത് നോക്കാം. ഒരു 3 മണി 4 മണി 5 മണി സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും മീൻ കാണും. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ്. എല്ലാവരും ചിലപ്പോൾ മത്സ്യബന്ധനത്തിൽ പോയി കാണത്തില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം. എന്തെങ്കിലും നമുക്ക് നമ്മളുടെ വിലയ്ക്ക് പൊക്കുന്നതും അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള മീനുകളുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഓക്കെ. ഏതാനും ബോട്ടുകളൊക്കെ ഫിഷിങ് കഴിഞ്ഞ് ഇവിടെ തീരത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും മീനുകൾ ഇറക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. വലിയ ഫിഷിംഗ് ബോട്ടുകളാണ് കേട്ടോ. ഞാനിപ്പോൾ വന്ന് കയറിയ ഈ സൈഡിൽ തിരക്ക് കുറവാണ്. എന്നാലും ധാരാളം വലിയ ഫിഷിംഗ് ബോട്ടുകളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ പറന്ന് നടക്കുന്നുണ്ടോ. ഈ ഫിഷിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിൽ വരുന്ന ഈ വേസ്റ്റ് മീനുകളുണ്ട്, ഉപയോഗശൂന്യമായിട്ടുള്ള, അതവരെടുത്ത് കളയും, ചെറിയ മീനുകളെയൊക്കെ. അപ്പോൾ അത് കഴിക്കാനാണ് ഇവരിങ്ങനെ പറന്ന് കിടക്കുന്നത്. അത് അവിടെ ആ സൈഡിൽ ലേലം വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നോക്കാം ഏതൊക്കെ മീനുണ്ടെന്നുള്ളത്. ഒരു വെട്ടി ചെറിയ ഞണ്ടാണ് ഇരിക്കുന്നത്. ഞണ്ട് ഇത് പാര, ചെറിയ പാര. ഇതിൻ്റെ അകത്തേക്കൊന്നും തള്ളി കയറാൻ പറ്റില്ല കേട്ടോ, ഒരു വഴക്ക്. ഇത് വാങ്ങിയോ? എത്ര? 900 അല്ലേ? 900 രൂപ മീനാണ്. ചെറിയ കൊഞ്ചല്ലേ? അത് വലിയ ഐറ്റം, ഇത് ചെറിയ ഐറ്റം. ഇത് കുറച്ചുകൂടെ വലിയ ഐറ്റം കൊഞ്ച് കേട്ടാ. ഇതിന്റെ ലേലം വിളി അവിടെ നടക്കുന്നത്. ഇതിന്റെയും വലിയ കൊഞ്ച് അവിടെ ലേലം വിളി നടക്കുന്നുണ്ട്. അത് കിലോയ്ക്ക് 300, 310 വരെയൊക്കെ ഇപ്പൊ ആയി. ഉണ്ടോ? എത്ര കിലോ ഉണ്ടോ നോക്കാം. 8,450. ഇഷ്ടംപോലെ പരുന്നുണ്ട് ഇവിടെ. ചെറു മീനുകളും ആവശ്യമില്ലാതെ കയറി ഇതൊക്കെ തിരിച്ചു കോരി കളയും. കൊഞ്ചിരിക്കുന്നുണ്ടോ? അടിപൊളി കൊഞ്ച്. ഇനി ലേലം വിളിക്കാൻ എത്ര രൂപയ്ക്ക് പോകും നമുക്ക് കാണാം. രക്ഷകൻ വന്നു, രക്ഷകൻ. ഒരുപാട് ബോട്ടുകൾ ഫിഷിങ് കഴിഞ്ഞപ്പോൾ വരുന്നേ ഉള്ളൂ. ഇതില് മീനുകൾ ഇങ്ങനെ തിരയുന്നതേ ഉള്ളൂ. തിരയുന്നു കേട്ടോ. വേണ്ടാത്ത മീനുകളും വേണമെന്നുള്ളതും തിരഞ്ഞ് തിരിച്ചെടുക്കുകയാണ്. ആണ്ട് വേറെ ഒരു ബോട്ടിൽ മീനുകൾ തരംതിരിച്ചെടുക്കുന്നുണ്ടോ? തരംതിരിച്ചെടുക്കുന്ന മീനുകളൊക്കെ പെട്ടിക്കുള്ളിലാക്കാൻ വേണ്ടി കുറേ സഹോദരന്മാരിവിടെ പെട്ടികളുമായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കിലോ 25. ഈ മീൻ കിലോ 25. ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഞാൻ വീഡിയോ എടുത്ത് നടക്കുന്നതിനിടയിൽ അവിടെ അമ്മയൊക്കെ മീൻ മേടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങോട്ട് പോവാം. 250 രൂപ വാള. ഇപ്പോഴെന്തായാലും 250 രൂപയ്ക്ക് നല്ല ഫ്രഷ് വാള മേടിച്ചു. അയല നല്ല പച്ച അയല വരണുണ്ടോ? ഇപ്പം പിടിച്ച പിടയ്ക്കണ അയല. ഇപ്പോഴും അയലയുടെ സീസൺ ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഒരുപാട് അയല കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വാള വാങ്ങാമെന്ന് കരുതിയത്. കൊഞ്ചുണ്ടോ? ഒരുപാട് പെട്ടികളിൽ അയലയാണ് ഇവിടെ ഉള്ളത്. ഉണ്ടോ? അയല ചാകരയാണ്. അയല എല്ലാത്തിലും അയലയാണെന്ന് കൂടുതൽ വന്നിരിക്കുന്നത്. കൊഞ്ചും അയലയാണെന്ന് കൂടുതൽ കിട്ടിയെന്ന് തോന്നുന്നു.
അയല, അയല, വാള. ഇതാണ് നമ്മൾ വാള മേടിച്ചത്. ഇതേപോലെ 250 രൂപയ്ക്ക് നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. കൊഞ്ച്, ഇതെന്ത് മീനാണ്? എന്തോ എടുക്കൂലേ? വാ. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയല അവർ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇവർ ഈ പെട്ടികളിൽ നിറയ്ക്കുന്നതെല്ലാം പുറത്തു വന്ന് കിടക്കുന്ന കമ്പനി വണ്ടികളിൽ കയറ്റി അയക്കാനാണെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ചില്ലറയായിട്ട് അവർ കൊടുക്കത്തില്ല. അപ്പോഴിതാണ് ഹാർബറിലെ കാഴ്ചകൾ. ഒരുപാട് ബോട്ടുകൾ കരയ്ക്കെടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഒന്നുകൂടി കണ്ടുവരാം. ഞങ്ങളങ്ങനെ മീനെല്ലാം വാങ്ങി തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും പുറത്ത് കമ്പനി വണ്ടികളുടെ ഒരു നിര തന്നെയായി. കണ്ടില്ലേ, ഇതെല്ലാം കമ്പനി വണ്ടികളാണ്. ഇവിടെ ഒരു വണ്ടി ലോഡെല്ലാം പൂർത്തിയായി പോകാനായിട്ട് കിടക്കുകയാണ്. ജീവനുണ്ടോ? അത് ജീവനൊന്നും ഇല്ലടാ. ഇനി ഇത് ബക്കറ്റിനകത്താക്കി പെട്ടെന്ന് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ അത് ചീത്തയാവും. ഞങ്ങളങ്ങനെ വാങ്ങിയ വാള മീൻ ഐസോട് കൂടി ബക്കറ്റിൽ വെച്ച് അടച്ചു വണ്ടിയുടെ ഡിക്കിയിലാക്കി. ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക്